അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4 ചെറിയ ദിക്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്കൊക്കെ അറിയുന്ന, നാം ചൊല്ലുന്ന 4 ദിക്റുകളാണത്. പക്ഷേ ആ ദിക്റുകളുടെ പ്രതിഫലം അത് വളരെ വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ദിക്റുകൾ നാം പതിവാക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഏതാണ് ആ 4 ദിക്റുകൾ? ആ 4 ദിക്റുകൾ ചൊല്ലിയാൽ കടലിലെ നുരകൾ കണക്കെ നമുക്ക് ചെറുദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ ആ 4 ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ കാരണമാകുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. കടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കടലിൻ്റെ അരികിൽ നാം പോയിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഴം എത്രയുണ്ട്, അതിൻ്റെ വീതി എത്രയുണ്ട്, നീളം എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കണക്കാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ആ അത്രയും വലിയ കടലിലുള്ള നുരകൾ, ആ നുരകൾക്ക് സമാനമായി നമ്മുടെ ചെറുദോഷങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പൊറുക്കപ്പെടാൻ ഈ ദിക്റുകൾ പതിവാക്കുന്നതിലൂടെ കാരണമാകുമെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അനിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സബ്ബഹല്ലാഹ ദുബറ കുല്ലി സ്വലാത്തിൻ സലാസൻ വസലാസീന, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞു. വഹമിദല്ലാഹ സലാസൻ വസലാസീന, അൽഹംദുലില്ലാ എന്ന് 33 തവണ പറഞ്ഞു. വകബ്ബറല്ലാഹു സലാസൻ വസലാസീന, അല്ലാഹു അക്ബർ എന്ന് 33 തവണ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ 99, ഫതിൽക തിസ്ഉൻ വതിസ്ഊൻ, 99 ആവും. വഖാല തമാമു മിഅ, 100 പൂർത്തിയാകാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിക്കൊണ്ട് 100 പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഗഫറത് ഖത്വായാഉ, അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. വലൗ കാനത് മിസ്ല സബദൽ ബഹർ, ആ ചെറുദോഷങ്ങൾ, അവൻ്റെ ദോഷങ്ങൾ കടലിലുള്ളതായിരിക്കുന്ന നുരകൾക്ക് സമാനമാണെങ്കിലും ശരി, അവയെല്ലാം പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഒരിക്കലും നിസ്കാരശേഷം ഈ 4 ദിക്റുകൾ മറക്കാതെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൗഫീഖിന് വേണ്ടി നിങ്ങളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അവരും ഈ അറിവനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവൻ്റെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.